എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെ ഒരു ചേട്ടന്റെ കൂട്ടത്തിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോ ചെയ്തായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷം കുറേയധികം പേരെങ്കിലും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ റിസർച്ച് PhD ഒക്കെ ചെയ്യാൻ വരുന്നവരെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയിരിക്കുകയാണ്. ഈ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ കുറേ അധികം മലയാളികൾ പഠിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറേയധികം ഇന്ത്യക്കാർ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന് പഠിക്കുന്ന ആദ്യത്തെ മലയാളി ഒരു കണ്ണൂരുകാരനായിട്ടുള്ള മുച്ചിലോട്ട് മാധവൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അദ്ദേഹം കണ്ണൂരിലെ മാഹിയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. 1914 ജനിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റോറി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പം സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ രാജേഷ് ചേട്ടന്റെ കൂട്ടത്തിലാണ്. ഹലോ, നമസ്കാരം. അപ്പം രാജേഷ് ചേട്ടൻ ഇവിടെ റിസർച്ച് ചെയ്യുന്നു, പോസ്റ്റ് ഡോക്ക് ചെയ്യുന്നു. അതെ, ഞാനിവിടെ പോസ്റ്റ് ഡോക്ക് റിസർച്ചറാണ്. ഇങ്ങനെ റിസർച്ച് ഫീൽഡിൽ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരാളെ പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ രാജേഷ് ചേട്ടൻ. നാട്ടിലെ തിരുവനന്തപുരത്താണ്. ഓക്കെ. ഇവിടെ എത്തിയിട്ട് ഇപ്പൊ 4 വർഷമായി. ഇതിപ്പോ 4 വർഷമായി. 2021 ഞാൻ എത്തുന്നത്. ഞാൻ എന്റെ PhD ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് ലില്ലിലാണ്. ലിൽ എന്ന് പറയുന്നത് ഒരു നോർത്തേൺ സിറ്റിയാണ് ഫ്രാൻസിന്റെ. ഇപ്പൊ പാരീസുമായിട്ട് നമുക്ക് ഒരു 300 കിലോമീറ്റേഴ്സ് വരും ഓൾമോസ്റ്റ്, എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ അവിടെ PhD ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പം വളരെ നന്ദിയുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ വന്നതിന്. അത് പറയണമല്ലോ. കാര്യം വേറൊന്നുമല്ല, ഒരു സമയം വരെ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പഠിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ കൂടെ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വെച്ചിട്ടൊക്കെ ആയിരുന്നു. അല്ല, അവിടുത്തെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ പലർക്കും അറിയത്തില്ല, പബ്ലിക്കിൽ പഠിക്കുന്നതിനെ പറ്റിയിട്ട് അറിയത്തില്ല, റിസർച്ച് ചെയ്യുന്നതിനെ പറ്റി അറിയാം. ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കിട്ടാക്കനിയാണെന്നാണ്. ഇപ്പൊ എനിക്കും കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നവരെ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല പബ്ലിക്കിലൊക്കെ വന്ന് പഠിക്കാൻ പറ്റും, അത്ര എളുപ്പമാണെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് തുടങ്ങാല്ലേ, വീഡിയോയിലേക്ക് സ്വാഗതം. സോ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ റിസർച്ച് ഇപ്പൊ ഇവിടെ പാരീസിൽ ചെയ്യാൻ വന്നിട്ട് ഇപ്പൊ 4 വർഷമായല്ലോ. അതായത് നാട്ടിലിപ്പോ എന്റെ അറിവ് വെച്ച് എനിക്ക് തോന്നുന്നു മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നത്. സാധാരണ PhD അഡ്മിഷൻ കിട്ടാനായിട്ട് മാസ്റ്റേഴ്സ് ആണ് നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. നാട്ടില് മാസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഡയറക്റ്റ് മാസ്റ്റർ കഴിഞ്ഞു, അവർ വിദേശത്തേക്ക് PhD അപ്ലൈ ചെയ്യുന്നു, കിട്ടുന്നു. നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും കുറച്ച് ഫ്രാൻസിൽ തന്നെ PhD ഒക്കെ നോക്കാനായിട്ട് കുറെ സൈറ്റുകളുണ്ട്. ഇപ്പൊ യൂറാസസ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അത് യൂറോപ്പ് മൊത്തത്തിൽ PhD നോക്കുന്നതാണ്. അതേപോലെ CNRS, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഫ്രാൻസിന്റെ റിസർച്ച് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊക്കെ നോക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ പുറത്ത് പോയി PhD ചെയ്യാനായിട്ടൊരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടില് CSIR എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ CNRS ആണ്, അവിടുത്തെ CSIR രണ്ടും സെയിം തന്നെയാണ് ഇന്ത്യയുടെ. അപ്പോൾ അവിടെയാണ് ഞാൻ PhD ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തില് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന റിസർച്ച് മഗ്നീഷ്യം ബേസ്ഡ് ബയോമെറ്റീരിയൽസിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് സെയിം തന്നെ പറയാം ആ ടോപ്പിക്ക് ഇവിടെ ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ലില്ലിലെ പ്രൊഫസർ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുകയും, അപ്പൊ പുള്ളിയെ അഡ്വർടൈസ് ചെയ്തു, ഞാൻ അപ്ലൈ ചെയ്തു. ആ സമയത്ത് കോവിഡ് കൂടി കഴിഞ്ഞ ഒരു സമയം കൂടിയാണ്. അപ്പം ഐ വാസ് ലക്കി, എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു, ഇങ്ങോട്ട് വന്നു. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അവിടെ റിസർച്ച് ചെയ്തല്ലേ? അപ്പം സ്റ്റാർട്ട് ചെയ്തു അവിടെ. അതെ, ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഒരു നാട്ടിൽ 3 വർഷം റിസർച്ച് ചെയ്തു. അതിനിടയ്ക്ക് അല്ലാതെ വേറെ ജോലി എങ്ങനെ ചെയ്തു? ജോലി ഞാൻ ചെയ്തു. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചു, 1 വർഷം പഠിപ്പിച്ചു. ഓക്കെ. അപ്പം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്, ഇങ്ങനത്തെ കുറച്ച് ഐഡിയാസും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രഷർ പുതിയൊരാൾക്ക് എങ്ങനെയാണ് ഇപ്പൊ വരാനുള്ള ഒരു ഓപ്ഷൻ? PhDക്ക് ആണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഒന്ന് ഫൈൻഡ് എ PhD എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഓൺലൈൻ സൈറ്റുകളുണ്ട്. അതിലെല്ലാം കയറിയിട്ട് ഇപ്പൊ ഒരു പ്രൊഫസറുടെ കീഴിൽ ഒരു PhD എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രാൻസിൽ 3 ഇയർ ആണ് PhD. അപ്പം PhD ചെയ്യാനായിട്ട് അതൊരു പ്രൊജക്റ്റ് ആണ്. ആ പ്രൊജക്റ്റ് അവർ ഫണ്ട് എഴുതി വാങ്ങുന്നു. ആ പ്രോജക്റ്റിലേക്ക് 3 വർഷത്തേക്ക് ഒരാളിനെ റിക്രൂട്ട് ചെയ്യുന്നു. അതിപ്പോ ഒരു കമ്പനി ബേസ്ഡ് പ്രോജക്റ്റ് ആകാം, അല്ലെങ്കിൽ അക്കാഡമിക് പ്രോജക്റ്റ് ആവാം. ആ പ്രോജക്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആൾ വരുന്നു, ആ 3 വർഷം കൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അത് ഒരു റിപ്പോർട്ടായി എഴുതി കൊടുക്കുന്നു. അതിനെയാണ് തീസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ തീസിസ് സബ്മിറ്റ് ചെയ്യുന്ന അതിന്റെ കൂടെ ചില ക്രൈറ്റീരിയാസ് ഓരോ യൂണിവേഴ്സിറ്റിക്കും കാണും. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സോർബോൺ യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ മുമ്പ് ലില്ലിലായിരുന്നു. അപ്പോൾ സോർബോൺ യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ ആയിരിക്കത്തില്ല ലില്ലിന്. അപ്പം ചില യൂണിവേഴ്സിറ്റിക്കാർ പറയുമ്പോൾ ഓക്കെ നമുക്ക് 2 പബ്ലിക്കേഷൻ വേണം, വേറെ ആൾക്കാർ പറയുന്നത് വേണ്ട, ഒരു കോൺഫറൻസ് മാത്രം പോയാൽ മതി, നിങ്ങൾ 60 ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുക. ചില യൂണിവേഴ്സിറ്റി ചിലപ്പോൾ 50 ആയിരിക്കും പറയുന്നത്, എനിക്കറിയത്തില്ല. അപ്പം അതിനനുസരിച്ച് അതിന്റെ ക്രൈറ്റീരിയാസ് കൂടി നമ്മൾ ചെയ്തതിന് ശേഷം ആ 3 വർഷത്തെ ആ പ്രോജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് തീസിസ്. ആ തീസിസ് എഴുതി സബ്മിറ്റ് ചെയ്യുക. അതൊരു ഇവാലുവേഷൻ കമ്മിറ്റിയിലേക്ക് പോകും.
അത് കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫേവറബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറേറ്റ് തരും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഒരാൾക്ക് ചെയ്യാവുന്നത് ഇതുപോലെ സൈറ്റുകളിലൂടെ നോക്കുക. അപ്പോൾ ഓരോ പ്രൊഫസർക്കുള്ള നോട്ടിഫിക്കേഷൻസ് അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ നിലവിൽ ഇപ്പോൾ പോസ്റ്റ് ഡോക്ക് ആയിട്ട് ചെയ്യുന്നത് ഞാൻ CNRSന്റെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്തത്. CNRS പോർട്ടലിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ. ഇപ്പോൾ മാസ്റ്റർ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളിന് എങ്ങോട്ട് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മെറ്റലർജി ഫീൽഡാണ്. ഇപ്പോൾ ഒരാൾ മെറ്റലർജി ആണെങ്കിൽ അതിൽ തന്നെ സ്റ്റീലുണ്ട്, അലുമിനിയം, മഗ്നീഷ്യം, എന്ത് വേണമെങ്കിലും നമുക്ക് റിസർച്ച് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. അപ്പോൾ ആ കീവേഡ്സ് തന്നെ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് കാണിക്കും. ആ ടോപ്പിക്സ് കയറി നമുക്ക് ഡയറക്റ്റ് ആ സൈറ്റ് വഴി തന്നെ അങ്ങ് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലാതെ രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് കൊടുത്തിരിക്കുന്ന ആ അഡ്വർടൈസ്മെന്റിൽ നമുക്ക് കാണാൻ പറ്റും ഏതാണ് ആ പ്രൊഫസർ, എവിടെയാണ് ആ യൂണിവേഴ്സിറ്റി, അയാളുടെ ഡീറ്റെയിൽസ് കൂടി അതിനകത്ത് കാണും. അപ്പോൾ നമ്മൾ അതെടുക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് ഞാൻ പറയുന്നത്. കാരണം അത് നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടാനുള്ള ചാൻസസ് കൂട്ടും. നല്ലൊരു മെയിൽ കമ്പോസ് ചെയ്ത് നല്ലൊരു CV-യും വെച്ച് ഡയറക്റ്റ് പ്രൊഫസർ കൂടി മെയിൽ അയക്കാം. അപ്പോൾ ഇത് ഗ്യാരണ്ടീഡ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഡയറക്റ്റ് സൈറ്റ് വഴി അല്ലാതെ. പക്ഷേ ഫൈൻഡിങ് എ PhD എബ്രോഡ് ഈസ് ഡിഫിക്കൽട്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആർ മോർ. അപ്പം നമുക്കിപ്പം ഫ്രാൻസിൽ ഒരു PhD പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ പ്രിഫർ ചെയ്യുന്നത് ഫ്രഞ്ച് സ്റ്റുഡൻസിനെ തന്നെയാണ്. ഇപ്പോൾ ഫ്രഞ്ചുകാരെ കിട്ടിയില്ലെങ്കിൽ അവർ ആദ്യം അടുത്ത യൂറോപ്യൻ സ്റ്റുഡൻസിലേക്ക് പോകും. അതും കഴിഞ്ഞ് മാത്രമേ നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് കയറി വരണമെങ്കിൽ നമ്മുടെ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് ഹെൽപ്ഫുൾ ആവും. ഇപ്പൊ എന്റെ കേസിൽ എനിക്ക് കിട്ടിയതുപോലെ ഇപ്പൊ നാട്ടിൽ ഞാൻ 3 വർഷം റിസർച്ച് ചെയ്തു. അപ്പൊ എനിക്കൊരു റിസർച്ച് എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്രൊഫസർ നമ്മളുടെ പ്രൊഫൈൽ കാണുമ്പോൾ ഓക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇദ്ദേഹത്തിന് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം, റിസർച്ച് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതിന് വരുന്ന ചെലവുകൾ എങ്ങനെയാണ്? നമ്മൾ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുന്നതിന് എങ്ങനെ ചെലവുകൾ? PhD ഇൻ ഫ്രാൻസ് എന്ന് പറയുന്നത് അതൊരു കോൺട്രാക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ജോബാണ്. അതൊരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആസ് ആൻ എംപ്ലോയി, ലൈക്ക് നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന അതേ കോൺട്രാക്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഇപ്പോൾ ലിൽ യൂണിവേഴ്സിറ്റി ആയാലും ഇതെല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്. അവരൊരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് തരും. അതിപ്പോൾ CNRS ഫണ്ടഡ് ആണെങ്കിൽ CNRS എംപ്ലോയി ആയിട്ടായിരിക്കും. അതല്ല യൂണിവേഴ്സിറ്റി ഫണ്ടഡ് ആണെങ്കിൽ ഇപ്പോൾ സോർബോൺ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ട് ആ 3 വർഷത്തെ ജോബാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങൾ സാലറീഡ് ആയിരിക്കും. സ്റ്റൈപ്പൻഡ് എന്ന വാക്ക് പോലും അല്ല അവിടെ വരുന്നത്. കാരണം സാലറിയാണ്. Exactly, you are an employee here, but you are working with the university. അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്കും കോൺട്രാക്ട് ടെർമിനേറ്റ്. അപ്പൊ നമ്മൾ നാട്ടിൽ അപ്ലൈ ചെയ്യുന്ന വിസ അതെങ്ങനെയാണ്? അതിന് നമ്മൾ ഇവർ ഹെൽപ്പ് ചെയ്യുമോ? അതാ ഞാൻ പറഞ്ഞത്, ഇത് സ്പോൺസേഡ്. നമ്മളിപ്പം സ്പോൺസേഡ് ഒരു ജോബ് ഒരാളുടെ നാട്ടിൽ നിന്ന് എങ്ങനെയാണോ ഇവിടെ കിട്ടുന്നത് അതേ പ്രൊസീജിയർ തന്നെയാണ്. നമ്മളെ ഇവിടെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് ഒരു പേപ്പർ അയച്ചു തരും. അതിനെ കൊൻവെൻസിയൻ ദക്യുയെ എന്നാണ് പറയുന്നത്. അതായത് ഹോസ്റ്റിംഗ് എഗ്രിമെന്റ് അത് അവർ അയച്ചു തരും. അത് നമ്മൾ വാങ്ങിയിട്ട് VFSൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വിസ എല്ലാം പ്രോസസ് ചെയ്ത് തരും. നമ്മളിവിടെ ഒരു വിസിറ്റിംഗ് വിസയിൽ തന്നെ വരും ഒരു 3 മാസത്തെ. വന്നിട്ട് അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ജോബ് കോൺട്രാക്ട് വന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈൻ ചെയ്യുക. ആ ജോബ് കോൺട്രാക്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രിഫെക്ചറിൽ കൊടുക്കുക. അപ്പോൾ അവർ റെസിഡൻസ് പെർമിറ്റ് ആക്കി തരും. വർഷങ്ങൾക്ക് മുമ്പ് 1937 ഒരു മലയാളി ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലയാളിയൊക്കെ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വരാന്തയിലൂടെ ഇത് വലിയ യൂണിവേഴ്സിറ്റി അല്ലേ? പോലെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് അടുത്ത ക്യാമ്പസ് ഉണ്ട്.